ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റ് ഇഡലിയും അതേപോലെ ഞണ്ട് കറിയാണ് കേട്ടോ. ഒരിക്കലും നമ്മൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തൊരു കോമ്പിനേഷനായിരുന്നു. പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടൊരു വീഡിയോ എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നല്ല സോഫ്റ്റായിട്ട് ഇഡലി തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ അരി എടുത്തിട്ടുണ്ട്. അരി 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നേർപകുതി ഉഴുന്നും എടുത്തിട്ടുണ്ട്. അരി ഉഴുന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് നമ്മൾ ഫ്രിഡ്ജിനകത്താണ് വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അരയ്ക്കാൻ നേരം തണുത്ത വെള്ളം എടുക്കുക. അരിയും ഉഴുന്നും അരയ്ക്കാൻ നേരം ഞാൻ കൂടുതലായിട്ട് നമ്മുടെ ഉഴുന്നിൻ്റെ വെള്ളം ചേർത്തിട്ടാണ് ഇത് രണ്ടും അരി ഉഴുന്നും അരച്ചെടുത്തേക്കുന്നത്. ഉഴുന്ന് നന്നായിട്ട് അരയ്ക്കുക. അരി ഒന്ന് ചെറിയ തരിതരിപ്പായിട്ട് അരച്ച് ഇതേപോലെ മിക്സ് ചെയ്യുക. നമ്മുടെ കയ്യിൽ വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നമ്മൾ അടച്ച് വയ്ക്കുക. ചെറിയ ഹോളുള്ള ഇതേപോലത്തെ പാത്രം വെച്ചിട്ട് വേണം അടയ്ക്കാൻ. അന്നേരം ഒരുപാട് അങ്ങ് മാവ് പൊങ്ങിപ്പോകത്തില്ല. അന്നേരം രാവിലെ ആയപ്പോഴത്തേക്ക് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് മാവ് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇഡലി പുഴുങ്ങുന്ന വെള്ളത്തിൽ കുറച്ച് ഇഞ്ചി ഒന്ന് ചതച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് നമുക്ക് ഈ ബാറ്ററിനകത്തും ചേർത്ത് കൊടുക്കാം. പക്ഷേ അത് ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയുടെ വെള്ളത്തിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഇതിനകത്ത് വന്ന് ഇഡലിക്ക് നല്ലൊരു സോഫ്റ്റും നല്ല മണവും കിട്ടും. അന്നേരം ഇതേപോലെ ഇഡലി പുഴുങ്ങിയെടുക്കുക. ഇനി നമ്മൾ ഞണ്ട് കറിയാണ് തയ്യാറാക്കുന്നത്. ഞണ്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് അരയ്ക്കാനായിട്ട് തേങ്ങയും ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, പിന്നെ ഇത്തിരി ഉലുവയും കൂടെ ചേർത്തിട്ട് ഒരു 1-2 പിഞ്ച് ഉലുവയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ച കൂട്ട് ഇതിനകത്ത് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് നമ്മൾ കാന്താരി മുളകും അതേപോലെ കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വാളൻ പുളി പിഴിഞ്ഞത് ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് ഈ ചാറൊന്ന് കുറുകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ഉണക്കമുളക് ചതച്ചതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് കുറച്ച് നേരം വയ്ക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഞണ്ട് കറി തയ്യാറായി കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനായിരുന്നു കേട്ടോ, ഞണ്ട് കറിയും അതേപോലെ ഇഡലിയും. അന്നേരം ഇന്നത്തെ റെസിപ്പി ഇത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കാനായിട്ട് മറക്കരുത്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം.